താമരശ്ശേരി ചുരത്തെപ്പറ്റി കേട്ടിട്ടില്ലേ? എന്നാൽ കരിന്തണ്ടനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1750നും 1799നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ കഥ നടന്നതായി പറയപ്പെടുന്നത്. ഗുണമേന്മയേറിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പരദീസയായ വയനാടിനെ ബ്രിട്ടീഷുകാർ ഏറെ മോഹിച്ചിരുന്നു അക്കാലത്ത്. എന്നാൽ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തിച്ചേരുക അത്ര എളുപ്പമായിരുന്നില്ല. മൈസൂരിലേക്ക് പോകുവാനുള്ള എളുപ്പവഴിയും ഇതോടെ തെളിയും എന്നതിനാൽ ടിപ്പുവിൻ്റെ സാമ്രാജ്യം കീഴടക്കാൻ എളുപ്പമാകും എന്നവർ കണക്കുകൂട്ടി. പല വഴിയും പരീക്ഷിച്ചെങ്കിലും എല്ലാം പരാജയത്തിൽ അവസാനിക്കുകയാണുണ്ടായത്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കി നടന്ന ബ്രിട്ടീഷുകാരുടെ മുൻപിലേക്ക് ഒരു ആദിവാസി യുവാവെത്തി. കരിന്തണ്ടൻ എന്നായിരുന്നു അയാളുടെ പേര്. വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയ ആദിവാസി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു കരിന്തണ്ടൻ. കാടിനെ കൈവെള്ളയിലെ രേഖ പോലെ അറിയാവുന്ന കരുത്തനായ യുവാവ്. അങ്ങനെ കരിന്തണ്ടൻ്റെ സഹായത്തോടെ അടിവാരത്തു നിന്നും ലക്കിടിയിലേക്കുള്ള വഴി അവർ കണ്ടെത്തി. എന്നാൽ മറ്റൊരപകടം അവിടെ കരിന്തണ്ടനെ കാത്തിരിപ്പുണ്ടായിരുന്നു. വെറുമൊരു ആദിവാസിയുടെ സഹായത്തോടെയാണ് തങ്ങൾ ഈ ചരിത്ര വിജയം നേടിയതെന്ന് പുറം ലോകമറിഞ്ഞാൽ എന്തു കരുതുമെന്നായിരുന്നു കുടിലന്മാരായ ബ്രിട്ടീഷുകാരുടെ ചിന്ത. കരിന്തണ്ടൻ ഈ വഴി മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുത്താലോ എന്നും കൂടി അവർ ചിന്തിച്ചു. അങ്ങനെയാണ് കരിന്തണ്ടനെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നത്. ചതിയിലൂടെ കരിന്തണ്ടനെ അവർ കൊന്നുകളഞ്ഞു. എന്നാൽ മരണപ്പെട്ട യുവാവിൻ്റെ ആത്മാവ് അവിടം വിട്ടു പോയില്ല. ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കരിന്തണ്ടൻ്റെ ആത്മാവ് അവിടെ അലഞ്ഞു നടന്നു. ഒടുവിൽ എവിടെ നിന്നോ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ ആത്മാവിനെ ലക്കിടിയിലെ തന്നെ ഒരു മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചു. ആ മരം പിന്നീട് ചങ്ങലമരം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ന് ചുരം കയറുന്നവർ കരിന്തണ്ടനെ വണങ്ങാതെ ഈ വഴി പോകാറില്ല. ഇങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള യാത്ര സുരക്ഷിതമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്.